ഇറങ്ങി വന്ന് ഊതറ. അയ്യേ സാർ എന്തോ സാർ, എനിക്ക് വൃത്തിയുടെ ശീലമില്ല. എന്നാൽ ക്ഷമിക്കണം, എനിക്കങ്ങനെ ഊതി പരിചയമില്ല. പക്ഷെ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, ഇതിലേക്ക് ഊതിയാ മതി. എന്നാ സാറേ ഊതുന്നത്? എന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാൻ പറഞ്ഞ്. ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത്? ഓ, പകയില്ലാത്ത അടുപ്പ്. പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചോ പോരാഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ. അതാണോ കാര്യം? അതൊക്കെ നേരത്തെ ചോദിച്ചാ പോരായിരുന്നു. എന്റെ പൊന്ന് സാറേ, ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത്. എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ചാ വീട്ടുകാരെ സമ്മതിക്കല. വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്നതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ചാ ദേണ്ട ഉടനെ സാറുമാരെ ടോർച്ച് അടിച്ചോണ്ടുള്ള വരവ്. ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിൽ നിന്നൊരു 3 എണ്ണം അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ. ദേ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കൽ. സാറിന്റെ മോനാ സാറേ? സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ശരിക്കും? ഓഹോ, അങ്ങനെയാണല്ലേ? ഇതങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. എങ്ങനെ വണ്ടി എടുക്കാൻ? അങ്ങനെ സാറ് പറഞ്ഞല്ലടാ, പാവല്ലടാ, മുണ്ടൂരി തല കെട്ടി വണ്ടി ഒന്ന് ഇട്. സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ല, ഞങ്ങള് രണ്ടുപേരും കൂടെ മാത്രം പൊക്കിയത് പൊങ്ങാല. സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡ്യൂക്കിലി 916 അല്ല. മോനെ, നീ ആരാന്നടാ നിന്റെ വിചാരം? ഞാൻ ആരാന്നാടാ എന്റെ വിചാരം? അടി അപ്പൊ അതറിയില്ലേ? വടക്കം വീട്ട് കൊച്ചുകുഞ്ഞ്. സാറ് ഇവിടെ പുതിയതാണല്ലേ? എന്റെ പൊന്ന് സാറേ, സാറൊക്കെ കണ്ട 4 തവണ സല്യൂട്ട് അടിക്കുന്ന SP സാറുണ്ടല്ലോ, പോലക്കോട് SP അലക്സ് തോമസ്. അദ്ദേഹത്തിന്റെ അനിയന, അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാ. എന്നാൽ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ എന്റെ ചേട്ടനാണ്. പിന്നെ കളക്ടർ, അഡ്വക്കേറ്റ്, അങ്ങനെ കുറെ പേര് വേറെ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. ഇവനിങ്ങനെ എല്ലാം കെട്ടുപോയെങ്കിലും തറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ. കൊള്ളാം, കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ? പോയില്ലേ? ഇന്നത്തേക്ക് ഒരു ദിവസം. നാളെ നേരം വെളുക്കുമ്പോ അവിടെ സ്റ്റേഷനിലുണ്ടായിരിക്കണം. ഓ, ഉണ്ടാക്കിക്കോളാമേ. അതല്ല, തറവാടിന്റെ വലിപ്പം പറഞ്ഞ് കുടുംബത്തിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല. കുടുംബത്ത് കയറി വന്ന് കൂപിടിച്ച് കളിക്കും ഞാൻ. കേട്ടടാ നായിന്റെ മോനെ? കേട്ടെ. ഗണേശൻ സാറേ, വീട്ടിൽ പോടാ. പോയിക്കോളാതെ അച്ഛേ. എന്തോ? എന്നാൽ ശരിക്കും ഹലോ അപ്പാ, ഞാനാ അലക്സ്. എന്നതാടാ? കാര്യം മറ്റൊന്നുമല്ല, ആ എരണം കെട്ടവൻ തന്നെ. അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന SIയെ കൈവച്ചു. അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുക, വടക്കം വീട് തറവാട്ടിലോട്ട്. SP അലക്സ് തോമസിന്റെ അനിയനെ SIയെ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരാ. ഞാൻ എന്നാ വേണമെന്ന് അപ്പം പറ. ഈ തൊപ്പി ഉരി വെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ? നീ ഒന്നും വേണ്ട, അതെന്നെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടില് മതില് ചരമായിരുന്നു. കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം. കൊച്ചുകുഞ്ഞ് എഴുന്നോക്കടോ. ഏത് പന്ന മോനടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ ദാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ഛേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടെന്ന് ഞാൻ പലയിടത്തും പിടിച്ചു പറഞ്ഞു, എന്നിട്ടും തല്ലി. തല്ലിയെന്നോ? നിന്നെ ആരാടാ തല്ലിയത്? എന്നെയല്ല, ആ ഗണേശനെ സിയെ. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. എടാ, നീ എന്നതൊക്കെയാ പറയുന്നത്? ആ ഗണേശൻ SI ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസന്റ് ആയിട്ടാടാ പിരിഞ്ഞത്. ആ ഡീസന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ.
എടാ അജുവേ, ആ ഗണേശൻ SI അവസാനം വിളിച്ച നായിന്റെ മോനേല് ഒരു ഭീഷണി ഇല്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? അയ്യോ വേണ്ട, വേണ്ടെന്ന്. നീ കൊച്ചുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂമ്പിടിച്ച് കളക്കും അല്ലടാ SI കഴിവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവൂല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളൂടി നിർത്താൻ തീരുമാനിച്ചടാ. ശരിക്കും ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. അത് പോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? വേണ്ടതെന്ന് ഞാൻ പറയാം. ഇവിടുന്ന് 27 വയസ്സ്. പോലീസിന്റെ കുപ്പായമിട്ട് ഇന്നേവരെ ഒരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തൻകാരന് അങ്ങനെ വല്ലതും നടന്നാ പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങണ പുറത്ത്. ഇറങ്ങുക അന്നേ. എന്നാലും അമ്മാവ, കൊച്ചുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്തപ്പേരും ഇതേ തറവാട്ടിനല്ലയോ? അധിക പ്രസംഗി. ഇനി നിന്റെ ആസനം കഴുകാൻ പോലീസാണ്. എന്റെ പൊന്ന് സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ഹാഫ് അറിയില്ല, ഒരു അണുമണി നിന്റെ നോക്കണെങ്കിൽ എന്റെ മോനെ, എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ച് കലക്കട. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനോരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാർ എന്നെ ചവിട്ടിക്കൂട്ടണം. അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാർ ഒരു മഹാസത്യം മനസ്സിലാക്കണം. സാർ ഇപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം. സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് SP ആക്കടക്കണം നായിന്റെ മോനെ. നിന്റെ ഈ പുന്നാര ചേട്ടന്മാര് പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ചു കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ. തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതിയോടാ പുല്ലേ. ഉത്തരവ് മോളിന ചവിട്ടി കൂട്ടാ ഈ പന്നീനെ. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്നതാരാ? സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാ. താൻ പത്രം ഒന്നും വായിക്കാം? ഏതായാലും സല്യൂട്ട് ചെയ്യല്ലേ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗണേഷ്. ഐ എം അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. ப்ளீஸ் ரிலீஸ் them. அந்த போலீஸ்காரனை பத்தி தான் நான் சொன்னேன். ஏ கட்சிக்காரர் வடக்கன் வீட்டில் கொச்சுஞ்சுண்ட பெயில் ஆர்டர் எந்த கையில் இருக்கு? കൊള്ളാം. സുപ്രീം കോർട്ടിലെ ഈ സാറിന് അവിടെ വേറെ പണിയൊന്നുമില്ലേ? இருக்கும், எப்போவாவது அப்பப்ப இருக்கும். அதை ஒரேடியா மறந்துடக்கூடாதுதான் இப்ப ഞാൻ ഇവിടെ വന്നത്. എന്റെ പൊന്ന് ശർമാജി, ഈ വരവിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? തെറ്റ് 100% കൊച്ചുകുഞ്ഞിന്റെ ഭാഗത്താ. മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ഗണേശൻ സാറുമായിട്ടൊരു കരമിടപാട് നടക്കുകയും ചെയ്തു. പക്ഷെ കണ്ണി കുത്തിയാ കാണാതിരുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചു അല്ലാതെ വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല. അയ്യോ, തുന്നലുണ്ടോ സാറേ? ബഹുമാനമുണ്ട് സാർ. നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, അന്തസ്സായി ജോലി ചെയ്യാൻ ഇറങ്ങിയ ഒരു പോലീസ് ഓഫീസറെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു FIR കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്താ പിന്നെ ഈ നീളം കവർ മതിയാവില്ല. സാറിന് ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവാൻ. കറക്റ്റ്. ரொம்ப സിൻസിയർ പോലീസ് ഓഫീസറിന് സാർ ഇപ്പൊ പറഞ്ഞു. അതേ നേരത്തില് ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സാറും സാറിന്റെ സഖാക്കളും தொழில்ல எவ்வளவு பக்தியா உண்மையா ஆத்மார்த்தமா இருந்தீங்க நிரூபிக்கிறதுக்கு எனக்கு ஒரு சந்தர்ப்பம் கிடைச்சிருக்கு. அதை நான் நிரூபிக்க வேண்டாமா? எவ்ரி டைம் யூ cannot be high, you know. സോറി ശർമ്മജി, ഒരല്പം ലേറ്റായി. நோ யூ ஆர் ஆன் டைம். டாக்டர், எனக்கு இவரையும் இவர் கூட இருக்கிற எல்லாருடைய பிளட்டும் டெஸ்ட் பண்ணி இவங்க உடம்புல எவ்வளவு ஆல்கஹால் இருக்குன்னு தெரியணும். മനസ്സിലായില്ല?
ഇന്നലെ തണ്ണി പോട്ടിട്ട് വണ്ടി ഓട്ടിയ എന്റെ കക്ഷിക്കാരനെ നീங்க പിടിക്കും போது நீங்க எல்லாரும் எத்தனை தண்ணி போட்டதுங்கிறத ஞான் அறியணும். அதுக்கப்புறம் எந்த மாதிரி FIR எழுதணுங்கிறத ஞான் പറയും. ഡോക്ടർ കുത്തുക. ചതിക്കരുത്. ഇന്നലെ ചെക്കിങ്ങിന് ഇറങ്ങിയപ്പോ മാഹിന്ന് ദർശനം കഴിഞ്ഞു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉദിച്ച വകയെ കിട്ടിയ പുള്ള് പോട്ട് കാലിയാക്കുമ്പോ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. അതിൽ ഞാനും കഴിച്ചു പോയി 4 എണ്ണം. സാർ എത്ര കഴിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അത് സാറിനോട് തന്നെ ചോദിച്ചാ മതി. தொழில்ல இவ்வளவு போதையா இருக்கிற உங்களுக்கு இப்ப தெரியணுமே FIR எப்படி எழுதணும்னு. അല്ല അത് പിന്നെ நமக்கு வேற வேலை ஒண்ணு இல்ல பாருங்க. அதனாலதான் இந்த பெரிய கவரோட இந்த சின்ன ஆளை கூட்டிட்டு போலான்னு வந்தேன். வரட்டுமா? ഉള്ളത് പറയാലോ സാറേ, നല്ല സാധനം വല്ലോ മേടിച്ചടിച്ച അത്ര പെട്ടെന്ന് മണം പിടിക്കുകയില്ല. എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊതിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച ആ കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി. മോനൊന്നും അതേ ജംഗ്ഷനിലാണോ ഡ്യൂട്ടി? അയ്യോ കരയില്ലടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ